വെൽക്കം ബാക്ക്. ബേസിക് ഇലക്ട്രിക്കലിൻ്റെ ഒരു സെഷനാണ്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എന്നതിലുപരി എല്ലാവർക്കും പറഞ്ഞാൽ മനസ്സിലാവുന്ന തരത്തിലുള്ള ഒരു സെഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് വോൾട്ടേജ്, കറൻറ്റ്, പവർ ഇതൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് നമ്മുടെ പഴയ ആ എക്സ്പെരിമെൻ്റ് ഒന്നുകൂടി ചെയ്ത് നോക്കാം. അപ്പോൾ ചോദ്യം ഇതാണ്: എന്തുകൊണ്ടാണ് ഈ ബലൂൺ എൻ്റെ തലയിലൊന്ന് ഉരച്ചപ്പോൾ ഇങ്ങനെ ഒട്ടി നിൽക്കുന്നത്? ഇപ്പോൾ നിൽക്കുന്നില്ല അല്ലേ? ഓക്കെ, വീണ്ടും ഉരയ്ക്കുന്നു, ഇങ്ങനെ ഒട്ടി നിൽക്കുന്നു. ഓക്കെ, കുറേ പേർക്ക് ഒരു ആൻസർ കിട്ടിയിട്ടുണ്ടാവും. സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ സ്റ്റാറ്റിക് ഫോഴ്സ്, സ്റ്റാറ്റിക് എനർജി എന്നെല്ലാം കിട്ടിയിട്ടുണ്ടാവും. ഞാൻ ചോദിക്കുന്നതാണ്, ഒരു ക്വസ്റ്റ്യൻ, ഒരു ആൻസർ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ, ചോദ്യം ചോദിച്ചാൽ പറയാൻ വേണ്ടി ഒരു ശരി ഉത്തരം പഠിച്ചു വെച്ചിരിക്കുന്നു. സത്യത്തിൽ ഈ ആൻസർ നമ്മളുടെ മൈൻഡിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ? ഞാൻ ചോദിക്കുകയാണ്, എൻ്റെ വീട്ടിൽ പോയിട്ട് ഉമ്മ വിശക്കുന്നു എന്ന് പറയണം. ഓ, വിശക്കുന്നു അല്ലേ, കറക്റ്റ്. അപ്പോൾ നമ്മളുടെ ബ്രെയിനിൽ ഹൈപ്പോതലാമസ് എന്നൊരു പാർട്ടുണ്ട്. ആക്ച്വലി നമ്മളുടെ ബ്ലഡ് ലെവൽ മോണിറ്റർ ചെയ്യും, പിന്നെ നമ്മളുടെ എനർജി ലെവൽ. അപ്പോൾ സ്റ്റൊമക്കിൽ നിന്ന് നമ്മൾക്ക് ഒരു സിഗ്നൽ കിട്ടുന്ന സമയത്ത് നമ്മളുടെ ബ്രെയിനിൽ തോന്നിപ്പിക്കുന്ന ഒരു സംഗതിയാണ് ഹംഗ്രി. ഈ ആൻസർ എന്നെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കുന്നുണ്ടോ? എന്തുകൊണ്ടാണ് നമ്മൾ കുറേ ക്വസ്റ്റ്യൻസും ആൻസർ പഠിച്ചു വെച്ചിട്ട്, ഓക്കെ, നമ്മളുടെ എഡ്യൂക്കേഷണൽ സിസ്റ്റം എവിടെയൊക്കെയോ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുക, ആൻസർ പറയുക, അതുമായിട്ട് നമ്മളെങ്ങനെ പൊരുത്തപ്പിടിച്ച് വെച്ചിട്ടുണ്ട്. എൻ്റെ ഏജിലുള്ള ആളുകളാണെങ്കിൽ കൃത്യമായി പറഞ്ഞാൽ 9ാം ക്ലാസ്സിലെ ഒരു ഫിസിക്സ് ക്ലാസ്സിൽ വെച്ച് കുറച്ച് കടലാസ് കഷ്ണങ്ങൾ മേശപ്പുറത്ത് മുറിച്ചിട്ട് പേന ഇങ്ങനെ ഉരച്ചിട്ട് ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് കടലാസ് കഷ്ണങ്ങൾ ഇങ്ങനെ പിടിക്കുന്നു. അപ്പോൾ അത് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയാണ്. ഇങ്ങനെയെല്ലാം പഠിച്ചു, ആ വർഷത്തെ പരീക്ഷ എഴുതി, പിന്നെ വിട്ടു. പിന്നെ നമ്മൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ കോഴ്സിനെല്ലാം വന്നപ്പോൾ അവിടെ പഠിക്കുന്ന വോൾട്ടേജ്, ആംപിയർ, കറണ്ട്, ജൂൾ ഇതൊക്കെ ആയിട്ട് ഇതിന് എന്തെങ്കിലും ബന്ധമുണ്ടോ, നമുക്കിതിനെ ബന്ധിപ്പിക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ? ഇവിടെയാണ് സ്വാമി വിവേകാനന്ദൻ ജി അന്ന് പറഞ്ഞ ആ വാചകം നമ്മൾ ഓർക്കുന്നത്. എഡ്യൂക്കേഷൻ ഈസ് നോട്ട് ദ എമൗണ്ട് ഓഫ് ഇൻഫർമേഷൻ ദാറ്റ് ഈസ് പുട്ട് ഇൻ ടു യുവർ ബ്രെയിൻ ആൻഡ് റൺസ് റൈഔട്ട് ദർ അൺഡൈജസ്റ്റഡ് ഓൾ യുവർ ലൈഫ്. അപ്പോൾ ഇതെല്ലാം കുറേ ഇൻഫർമേഷനായിട്ട് നമ്മുടെ തലയ്ക്കകത്ത് വെച്ചിരിക്കുകയാണല്ലേ. എനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് ഭക്ഷണം വേണം, അപ്പോഴേ ഞാൻ സാറ്റിസ്ഫൈഡ് ആവുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്നാൽ പിന്നെ നിങ്ങൾ തന്നെ പറ എന്ന് പലരും മൈൻഡിൽ പറയുന്നത് കേൾക്കുന്നുണ്ട്. ഒന്ന് പറഞ്ഞു നോക്കാം. ഞാനിങ്ങനെ മുടിയിൽ ഉരച്ചപ്പോൾ ആക്ച്വലി എന്ത് സംഭവിച്ചു? ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ടാക്കിയിട്ടുള്ളത് ആറ്റംസ് കൊണ്ടാണല്ലേ. ആറ്റംസ്, മോളിക്യൂൾസ്, ഇലക്ട്രോൺസ്, ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവാം, പക്ഷെ ഒരുപാട് കൺഫ്യൂഷൻ ആവണ്ട. മോളിക്യൂളൊന്നും അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ആറ്റമാണ് നമ്മളുടെ എല്ലാം ഉണ്ടാക്കിയിട്ടുള്ള, കെമിക്കലി നമുക്ക് ഡിവൈഡ് ചെയ്യാവുന്ന ഏറ്റവും ചെറിയ കണിക എന്ന് പറയുന്നു. അപ്പോൾ എൻ്റെ മുടിയിലും ആറ്റമുണ്ട്, ബലൂണിലും ആറ്റമുണ്ട്, ആറ്റത്തിനകത്ത് ഇലക്ട്രോണുണ്ട്. ഞാനിങ്ങനെ ഒന്ന് ഉരയ്ക്കുമ്പോൾ ഇവിടെ നിന്ന് മുടി തേയ്മാനം സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും ഇതിങ്ങനെ ചെയ്യുന്നത് നമ്മുടെ മുടിക്ക് ദോഷമാണ്. എൻ്റെ മുടി തേയ്മാനം സംഭവിക്കുമ്പോൾ അവിടെ കുറേ മോളിക്യൂൾസ് നഷ്ടപ്പെടുന്നു. അത് മനസ്സിലായില്ലെങ്കിലും കുറേ ആറ്റംസ് നഷ്ടപ്പെടുന്നു. മോളിക്യൂൾസ് മുഴുവനായിട്ടോ ആറ്റം മാത്രമായിട്ടോ എല്ലാം നഷ്ടപ്പെടുന്നു. ഇതിൻ്റെ കൂടെ കുറേ ഇലക്ട്രോൺ അത് എൻ്റെ മുടിയിൽ നിന്ന് നഷ്ടപ്പെട്ടു, ബലൂണിന് എക്സസ് ആയിട്ട് കിട്ടി. ആറ്റമോ മോളിക്യൂളോ ഇവിടെ വന്നതുകൊണ്ട് ഒരു എനർജി കൈമാറ്റം സംഭവിക്കുന്നില്ല. അതുകൊണ്ട് നമുക്കതിനെല്ലാം വിട്ടു. ഇലക്ട്രോൺസ് എൻ്റെ മുടിയിൽ നിന്ന് നഷ്ടപ്പെട്ടത് ഇവിടെ എക്സസ് ആയിട്ട് നിൽക്കുകയാണ്. ഓക്കെ, ഇവിടെ ഇങ്ങനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ഇപ്പോൾ പുള്ളിക്ക് എനർജി ഇല്ല. ഞാനിങ്ങനെ ഉരച്ച ഭാഗം മാത്രം വയ്ക്കുകയാണ്. ഓക്കെ, ഞാനൊന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, മാർക്ക് ചെയ്തതിൻ്റെ കുറച്ച് ഇപ്പുറത്തേനെ വരയ്ക്കുന്നത്. ഇവിടെയാണ് ഒട്ടി നിൽക്കുന്നത്. ഞാനിതിനെ തിരിച്ചു വെച്ചാൽ അവിടെ ഒട്ടില്ല. എവിടെയാണോ ഞാൻ ഉരച്ചത് അവിടെ തന്നെ വെച്ചാൽ ഇത് ഒട്ടുള്ളൂ. ഓക്കെ, യെസ്, തിരിച്ചു വയ്ക്കുമ്പോൾ അത് ഒട്ടില്ല. മാത്രമല്ല ഇതിനെ ഞാനിങ്ങനെ ഒന്ന് സോപ്പിട്ട് സാരമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒന്ന് കൂൾ ഡൗൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പുള്ളി എവിടെയും ഒട്ടില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ഇലക്ട്രോൺസ് വന്നു, എക്സസ് ആയിട്ട് ഇവിടെ ഇലക്ട്രോൺ ഉണ്ടായിരുന്നു. ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജാണ്. അതുകൊണ്ട് തന്നെ ആ എക്സസ് ഇലക്ട്രോൺസ് ഉണ്ടായിരുന്ന സ്ഥലത്ത് ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ടാവും. എൻ്റെ കൈയാണെങ്കിൽ ഇപ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് ഒന്നുമല്ലാതെ ഓൾമോസ്റ്റ് ന്യൂട്രലായിട്ടിരിക്കുന്ന അവസ്ഥയാണ്. അവിടെ നിന്ന് ബലൂൺ കൊണ്ടുവരുമ്പോൾ അതൊരു പോസിറ്റീവ് ചാർജായിട്ട്, കമ്പാരിറ്റീവ്ലി നെഗറ്റീവ് ചാർജിന് ഒരു ന്യൂട്രൽ സ്റ്റേറ്റ് പോസിറ്റീവ് ചാർജായിട്ടാണ് കാണുന്നത്. അപ്പോൾ നെഗറ്റീവ് പോസിറ്റീവ് തമ്മിലുള്ള അട്രാക്ഷനാണ് ഇതിങ്ങനെ ഒട്ടുന്നത് അല്ലേ. അപ്പോൾ നമ്മൾക്ക് ചാർജ്, അതിൻ്റെ നെഗറ്റീവ് പോസിറ്റീവ്
നെഗറ്റീവ് ചാർജ്, പോസിറ്റീവ് ചാർജ്, ഈ സംഗതികളെല്ലാം നമ്മളിപ്പോൾ പറഞ്ഞു. ഇനി നമുക്കൊരു സംഗതി നോക്കാം. ഇവിടെ ഞാനൊരു ടോർച്ച് ബൾബ് എടുക്കുകയാണ്. ഞാൻ ചുമ്മാ ഒരു ബാറ്ററി വെച്ച് കത്തിച്ചു. ഓക്കെ, ഒന്നുകൂടി ക്ലിയർ ആവാനായിട്ട് ഞാൻ ഒരു വയർ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ ഈ വയർ വഴി വീണ്ടും ബൾബ് ഇങ്ങനെ ബാറ്ററിയിൽ വെച്ച് ഇങ്ങനെ കത്തിച്ചു. ബൾബ് കത്തുമ്പോൾ ബൾബിലൂടെ ഒരു ചാർജ് ഫ്ലോ ചെയ്യുന്നുണ്ട്, ഉണ്ടോ ഇല്ലയോ? അതുകൊണ്ടാണ് ബൾബ് കത്തുന്നത്. ഈ ചാർജ് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, എവിടേക്ക് പോകുന്നു? ആക്ച്വലി ഇതിനകത്തൊരു ഫിലമെൻ്റ് ആണ്. ഫിലമെൻറ്റിലൂടെ പാസ് ചെയ്യുമ്പോൾ ഫിലമെൻറ്റ് ചൂട്ട് പഴുത്തിട്ടാണ് വെളിച്ചം ഉണ്ടാവുന്നത്. അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്, ഈ ടെർമിനലിൽ നിന്നാണ്. ഈ വയറിലൂടെ വരുന്നു, ബൾബിൻ്റെ ടെർമിനലിൻ്റെ ഒരറ്റത്തേക്ക് പോകുന്നു. ഇനി മറ്റേ അറ്റത്തൂടെ പാസ് ചെയ്ത് വന്നിട്ട് ബാറ്ററിയുടെ അടുത്ത ടെർമിനലിലേക്ക് പോയി. ഇനി ഈ വയർ ഞാൻ 2 ടെർമിനൽ ചുമ്മാ കണക്ട് ചെയ്താൽ എന്താ സംഭവിക്കുക? അപ്പോഴും ഈ ചാർജ് ഫ്ലോ എല്ലാം ഉണ്ടാവും. ഇത് ആക്ച്വലി കെമിക്കലി ചാർജ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിനകത്തൊരു കെമിക്കൽ ഒരു സ്റ്റേറ്റ് ഉണ്ട്. ഇതിനകത്തൊരു കെമിക്കൽ ഉണ്ട്, ആ കെമിക്കലിൽ ഒരു സ്റ്റേറ്റ് ഉണ്ട്, അതിനിപ്പോൾ ഒരു ചാർജ് ഉണ്ട്. ഈ പ്രപഞ്ചത്തിലെ ഒരു വസ്തുവും ചാർജ്ഡ് ആയിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാവർക്കും ന്യൂട്രൽ പൊസിഷൻ വേണം. ആ കണക്കിന് ഇപ്പോൾ ചാർജ്ഡായിട്ടിരിക്കുന്ന ഈ ബാറ്ററിൻ്റെ അവസ്ഥ ഒരു ഗർഭാവസ്ഥ പോലെയാണ്. ഒരു ഗർഭം ചുമക്കുന്ന ഒരു വിഷമത്തോടെയാണ് ഇത് നടക്കുന്നത്. ഇതിനെ എങ്ങനെയെങ്കിലും ഈ ഗർഭകാലം കഴിയണം, അപ്പോഴാണ് ഇയാൾ റിലാക്സ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും കാലം നമ്മളിത് ഉപയോഗിക്കും. നമ്മളിതിൽ ചാർജ് ഉണ്ട് എന്ന് പറയും. കുറേ നാൾ കഴിയുമ്പോൾ ഇത് യൂസ്ഫുൾ അല്ലാണ്ടാവും, ചാർജ് അല്ലാത്ത സമയത്ത്. അപ്പോൾ നമ്മളിതിനെ വലിച്ചെറിയും. പുള്ളി എവിടെയെങ്കിലും പോയിട്ട് ഇങ്ങനെ ഭൂമിയിൽ കിടന്ന് ഫ്ലാറ്റ് ആയിട്ട്, അപ്പോഴാണ് പുള്ളി റെസ്റ്റ് ഇൻ പീസ് ആവുന്നത്. അതിനകത്ത് ഇപ്പം ചാർജ് ഇല്ല, വളരെ ആശ്വാസം. ഇതേപോലെ എല്ലാവർക്കും ചാർജിന് കൈമാറണം. ഞാൻ ബലൂൺ ഉരച്ചതിന് ശേഷം ഇവിടെ ഇങ്ങനെ വെക്കുകയും അതേപോലെ ഞാനിങ്ങനെ ഇതിനെ സോപ്പിട്ടിട്ട് ഇങ്ങനെ കൂൾ ഡൗൺ ആക്കി എന്ന് പറഞ്ഞില്ലേ, ആ സമയത്ത് ഇവിടെ എക്സസ് ആയിട്ടുള്ള ഇലക്ട്രോൺ എല്ലാം എവിടേക്കൊക്കെയോ ഒഴുകി, അതെല്ലാം എനർജി എല്ലാം പോയല്ലേ, വീണ്ടും റീഅറേഞ്ച്ഡായി. അതേപോലെ നമ്മൾ ഈ ബാറ്ററി ഒരു കുറേ നാൾ ഉപയോഗിക്കുമ്പോൾ, ഒരു 10 ദിവസമോ 10 മാസമോ ഉപയോഗിക്കുമ്പോൾ ഇതിൽ നിന്ന് ഒരു ടെർമിനലിൽ നിന്ന് അടുത്ത ടെർമിനലിലേക്ക് ഇങ്ങനെ ഫ്ലോ ചെയ്യാനുള്ള ചാൻസ് കിട്ടുമ്പോഴെല്ലാം ഒരു ഫ്ലോ ചെയ്യുന്നു. ഈ ഫ്ലോ തന്നെയാണ് കറന്റ് എന്ന് പറയുന്നത്. ഈ കറന്റ് എന്നുള്ള ഇംഗ്ലീഷ് വാക്കിൻ്റെ മീനിങ് എടുത്ത് നോക്കിയാൽ അറിയാം. വെറുതെ 1-2 എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ, കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? നടന്നുകൊണ്ടിരിക്കുന്ന സമകാലീന സംഭവങ്ങൾ അല്ലേ. ഓഷ്യൻ കറൻസ് എന്ന് പറഞ്ഞാൽ എന്താ? കടലിൻ്റെ അടിയിൽ ചില ഒഴുക്കുകളുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഈ ഫ്ലോ ആണ് കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ ബൾബിനെ കത്താൻ സഹായിച്ച അതേ ഫ്ലോ, അതാണ് കറണ്ട്. ഇനി വോൾട്ടേജ് എന്താണ്? ഞാനിവിടെ ഉരച്ചതിന് ശേഷം കയ്യിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഇവിടെ നെഗറ്റീവ് ചാർജ് ഉണ്ടെങ്കിൽ, ഇവിടെ പോസിറ്റീവ് ചാർജ് ഉണ്ടെങ്കിൽ, ഇവർ തമ്മിലുള്ള ഒരു ചാർജ് ഡിഫറൻസ്, നെഗറ്റീവിൻ്റെയും പോസിറ്റീവിൻ്റെയും ഒരു ഡിഫറൻസ്, ഈ ഡിഫറൻസിനെയാണ് വോൾട്ടേജ് എന്ന് പറയുന്നത്. അതൊരു പൊട്ടൻഷ്യൽ എനർജിയാണ്. വീണ്ടും നോക്കാം. നമ്മളുടെ ബാറ്ററി ചാർജ് ഉള്ളിടത്തോളം കാലം, ചാർജുള്ള സമയത്ത് ഈ ടെർമിനലിൽ നിന്ന് ഈ ടെർമിനലിലേക്ക് ഒഴുകാനുള്ള ഒരു വ്യഗ്രത ഉണ്ടല്ലേ. അപ്പോൾ ഒരാൾക്ക് പോസിറ്റീവ് ചാർജും ഒരാൾക്ക് നെഗറ്റീവ് ചാർജും ഉണ്ട്. ഈ ചാർജുകൾ തമ്മിലുള്ള വ്യത്യാസം ഉള്ള ഒരു അവസ്ഥ, ആ ഒരു പൊട്ടൻഷ്യൽ, അതിനെയാണ് വോൾട്ടേജ് എന്ന് പറയുന്നത്. കറണ്ട് എന്താണ്, വോൾട്ടേജ് എന്താണ് എന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇനി പവർ എന്താണെന്ന് നോക്കാം. പവർ ചുമ്മാ നമ്മൾക്ക് തിയറിയായിട്ട് പഠിച്ചാൽ പോലും ഓടും. കാരണം P = V × I. നമ്മളിപ്പോൾ പഠിച്ച വോൾട്ടേജിൻ്റെ വാല്യൂ പിന്നെ കറണ്ടിൻ്റെ വാല്യൂ ഇത് തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്താൽ പവർ കിട്ടും. അതിനെ നോട്ട് ചെയ്യുന്നത് വാട്ടിലാണ്, വാട്ട്. ഇത്രയും മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾക്ക് ഇത് ഒന്ന് മനനം ചെയ്തെടുക്കാനുള്ളൊരു സമയം എടുക്കും. അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് കുറേ സംശയങ്ങൾ വരാം. ഈ വോൾട്ടേജ് കൂടുമ്പോൾ കറണ്ട് കുറയുമോ, കറണ്ട് കുറയുമ്പോൾ വോൾട്ടേജ് കൂടുമോ, ഇങ്ങനെ കുറേ ഡൗട്ടുകൾ. അല്ലെങ്കിൽ നമ്മളുടെ ഡൊമസ്റ്റിക് സപ്ലൈ, പവർ സപ്ലൈയിൽ ന്യൂട്രലിൽ തൊടുമ്പോൾ ഷോക്ക് അടിക്കുന്നില്ല, ഫേസിൽ തൊടുമ്പോൾ ഷോക്ക് അടിക്കുന്നു, അതോ രണ്ടും കൂടി തൊടുമ്പോഴാണോ ഷോക്ക് അടിക്കുന്നത്? ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവാം. നിങ്ങളുടെ സംശയങ്ങൾ കൃത്യമായിട്ടും നമ്മളുടെ കമൻറ്റ് ബോക്സിൽ ഇടാം. അങ്ങനെയാണെങ്കിൽ അതിനോടനുബന്ധിച്ച് നമ്മൾക്ക് വീഡിയോസ് ചെയ്യാം. നമ്മൾക്ക് ഈ പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഇതിനെ ഏത് ആംഗിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാലും അല്ലെങ്കിൽ ഒരു പ്രാക്ടിക്കൽ സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമ്മൾക്കിത് എന്താണ് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് കമൻറ്റിലിടാം. അടുത്തൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു.